ഇനി പ്രേക്ഷകരിലേക്ക് പോകാം. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇല്ലാതാകുന്നുവോ എന്നുള്ള വിഷയത്തിൽ വിവിധങ്ങളായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇതിൽ പല ഘട്ടങ്ങളിലും ഒരു പക്ഷേ വായനക്കാരും പ്രേക്ഷകരും അർഹിക്കുന്ന രീതിയിലുള്ള കാര്യം തന്നെയാണ് മാധ്യമങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ ശുദ്ധം എന്നുള്ളത് ഉദ്ധരണിക്കകത്താണ്. സ്വതന്ത്രം എന്ന് പറയാവുന്ന മാധ്യമ പ്രവർത്തനം ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അത് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള വളരെ അഗ്രസീവായ ഒരു പൊതുസമൂഹവും പ്രേക്ഷക സമൂഹവും വായനാ സമൂഹവും ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാവും. ഓരോരുത്തരോടും ചോദ്യങ്ങൾ ചോദിക്കാം. അത് ഒരു ചോദ്യം തന്നെ, അതിലൊരു ചോദ്യം ഉണ്ടാവണമെന്ന് സൂചിപ്പിക്കട്ടെ പ്രേക്ഷകരിലേക്ക്. So I reveal my identity first. I am ഇവിടെ ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു മലയാളിയാണ്. ഞാൻ വളരെ കുറച്ച് മാത്രം മലയാളം ന്യൂസ് ചാനൽ കാണുന്ന ആളാണ്. I was representing BBC and CNN from last 25 years as a distribution head. ഈ കാര്യത്തിലേക്ക് വരാം. ഞാൻ അടുത്ത കാലത്തായിട്ട് ഈ അർജുൻ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ കഥകൾ ഞാൻ കേട്ടു. എൻ്റെ ഫാമിലി മൊത്തം കൂടെ TV ചാനലിന് മുമ്പിൽ ഇരുത്തിയ ഒരു സംഭവമാണത്. അതിനകത്തിലുള്ള ആ ഡ്രാമ പ്രസൻറ്റേഷൻസും അതിവൈകാരികതയൊക്കെ വിട്, അതൊന്നും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡ് അപ്പോൺ ഈച്ച് ആൻഡ് എവറി ചാനൽ, ദേ ഹാവ് ദെയർ ഓൺ സ്റ്റൈൽ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. Again, do you remember about a character called Abigail Sara? Anyone of this മാധ്യമ പ്രവർത്തകർ? ഓക്കെ, ഞാൻ ആ പറഞ്ഞു വരുന്ന പോയിന്റ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്ന എൻ്റെ നാട്ടിലുണ്ടായൊരു കഥയാണ്. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അതിനകത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ 90 വയസ്സുള്ള അച്ഛൻ, എൻ്റെ 89 വയസ്സുള്ള അമ്മ, എൻ്റെ പ്രോബ്ലംസൊക്കെ ഉള്ള എൻ്റെ ഒരു മകൻ, എൻ്റെ മകൾ, ഇവരെ എല്ലാം ഒരുമിച്ച് TV റൂമിൽ ഇരുത്തി ഒരാഴ്ച ഞങ്ങൾ കണ്ട പ്രോഗ്രാം അത് മാത്രമാണ്. ലാസ്റ്റ് 2 years എവരിവൺ ഈസ് ദെയർ ഓൺ വേൾഡ് ഇൻ മൈ ഹൗസ്. അവർക്ക് അവരുടേതായ ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അവരത് കാണുന്നു. പക്ഷേ അതിനുശേഷം എൻ്റെ അമ്മ എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ അച്ഛൻ അതിനുശേഷം മരിച്ചുപോയി, എന്നാലും എൻ്റെ അമ്മ എന്നോട് ചോദിക്കാറുണ്ട്, ഈ അബിഗേൽ സാറ ആ കുഞ്ഞ് എന്ത് ചെയ്യുന്നു? എനി വൺ ഓഫ് യു ബോതർഡ് അബൌട്ട് ദിസ്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഐ വിൽ കം ടു ദ പോയിന്റ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ് COA. അതിൻ്റെ ചാനൽ KCCL ചാനൽ, കേരള വിഷൻ ചാനൽ, അതിൻ്റെ ഹെഡ് ഹീസ് പ്രിവെൻറ്റിങ് യു ടു ടോക്ക് അബൌട്ട് ഹിം. ജയന്ത് മാമൻ മാത്യു സ്റ്റോപ്പിംഗ് യു ടു ടോക്ക് അബൌട്ട് ദിസ്. രാജീവ് ചന്ദ്രശേഖർ ഈസ് ടോക്കിംഗ് അബൌട്ട് ദിസ്. ആൻഡ് അഗസ്റ്റിൻ ഈസ് സ്റ്റോപ്പിംഗ് അബൌട്ട് ദിസ്. ഈവൻ ശ്രേയസ് കുമാർ ഈസ് സ്റ്റോപ്പിംഗ് അബൌട്ട് യു ടു ടോക്ക് അബൌട്ട് ദിസ്. ഇതെല്ലാം നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയാണ്. ഞാനും ഒരു കമ്പനി വർക്ക് ചെയ്യുകയാണ്. അവിടെ കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ലൈഫിൽ, സാലറി, പല കാര്യങ്ങൾ, നമ്മളുടെ റേറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് മാറ്ററാണ്. നിങ്ങളെ ആരും അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. എനി വൺ ഓഫ് യു ടോക്ക് അബൌട്ട് ദിസ്, ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഐ വാണ്ട് എ ക്ലിയർ കട്ട് ആൻസർ. എനി വൺ ഓഫ് ദ ജേർണലിസ്റ്റ്, അത്രയേ ഉള്ളൂ. വേറെ ആരെയും ഞാൻ പർട്ടിക്കുലറായിട്ട് ആരെയും ഉദ്ദേശിച്ചല്ല. കാരണം എൻ്റെ ഫാമിലി എഫക്റ്റ് ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഞാൻ കാണുന്ന ചില ഇൻ്റർനാഷണൽ ചാനലുകൾ, അതിനകത്തിലൊക്കെ ഇപ്പം പാർഷ്യാലിറ്റി ഉണ്ട്. പക്ഷേ എന്നാൽ തന്നെയും ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു സൈലൻ്റായിട്ട് കാം ആൻഡ് ക്വയറ്റഡൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഈ മലയാളം ചാനൽ വല്ലപ്പോഴെങ്കിലും അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന ആൾക്കാരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ അഭിപ്രായം. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഈ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആരെങ്കിലും ഒരാൾ തന്നാൽ മതി. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ഹിയർ. ഇതിൽ വാർത്തകളുടെ ഒരു നിരന്തരമായിട്ടുള്ള പ്രവാഹത്തിനിടയിൽ ഈ പറഞ്ഞ ഒരു കാര്യം വാർത്തയിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഫയലുകൾ പരിശോധിച്ച് നോക്കേണ്ടി വരും ചിലരെ സംബന്ധിച്ചിട്ടെങ്കിലും. ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും സുജയ പാർവതി സംസാരിക്കുന്നുണ്ട്.
അബിഗേൽ സാറ റെജി എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. അബിഗേൽ സാറയെ കാണാതെ പോയ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തത്, തുടർച്ചയായി സംപ്രേഷണം ചെയ്തത് ഒരാഴ്ചയല്ല 20 മണിക്കൂറാണ്. അതിൽ ഒരു 12 മണിക്കൂറെങ്കിലും ഓണെയർ ആയിരുന്ന ആളെന്ന നിലയിലാണ് ഞാൻ ഇതിന് മറുപടി പറയുന്നത്. ആ രാത്രി മുഴുവൻ കേരള പോലീസ് ആ കുഞ്ഞിനെ തിരയുമ്പോൾ ആ കുഞ്ഞിനെ തിരയാനുള്ള ശ്രമത്തിനൊപ്പം ഉറങ്ങാതെ കാത്തിരുന്ന ഒരു മാധ്യമത്തെയാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ MD ആൻഡോ അഗസ്റ്റിനടക്കം എല്ലാവരും ഉണ്ടായിരുന്നു ആ കുഞ്ഞിനെ കണ്ടെത്തുന്നതിനായി. ഞങ്ങൾക്ക് ഒപ്പം വന്നുണ്ടായിരുന്ന ഉണ്ണി ബാലകൃഷ്ണനാണെന്ന് ഹെഡ് ന്യൂസ് ഡെസ്ക് നിയന്ത്രിച്ചത്, ഞാൻ ഓണെയറിലുമായിരുന്നു. ആ കുഞ്ഞിനെ കിട്ടാനായിട്ടുള്ള പരിശ്രമത്തിനൊപ്പം ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 4-5 റിപ്പോർട്ടേഴ്സിനെ നമ്മൾ അവിടേക്ക് ഉടൻ തന്നെ പറഞ്ഞു വിടുകയായിരുന്നു. അന്നുണ്ടായിരുന്ന റിപ്പോർട്ടേഴ്സ്, കൊല്ലത്തെ ഒരു റിപ്പോർട്ടറാണ് സാധാരണഗതിയിൽ എല്ലാവർക്കും ഉണ്ടാവുക. 2023 സംഭവമാണിത്. 2023 നവംബറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഈ കുഞ്ഞിനെ കൊല്ലം ആശ്രമ മൈതാനത്ത് ഒടുവിൽ തട്ടിക്കൊണ്ടുപോയ അവർ തന്നെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി വിടുകയാണ്. എനിക്കത് നല്ല ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ഓർമ്മയിൽ നിന്ന് തന്നെയാണ് താങ്കൾക്ക് മറുപടി പറയുന്നത്. അതിനുശേഷം ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നതാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം റിപ്പോർട്ടറിൻ്റെ വാർഷികം ഞങ്ങളുടെ ചാനൽ റീലോഞ്ച് ചെയ്തത് ജൂലൈ 1-ാം തീയതിയാണ്. 2023 ജൂലൈ 1-ന് റീലോഞ്ച് ചെയ്തു. 2023 നവംബർ 28-ാം തീയതി, 27, 28 ഈ 2 ദിവസങ്ങളിലാണ് ഈ കുഞ്ഞിൻ്റെ സംഭവം ഉണ്ടാകുന്നത്. ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഒക്കെ, ആ രക്ഷാപ്രവർത്തനത്തിന് ശേഷം ആ കുഞ്ഞതെല്ലാം ഓക്കെ ആയി. അത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ആദ്യ വാർഷികം 2024 ജൂലൈ 1-നുള്ള ഞങ്ങളുടെ വാർഷിക പരിപാടിയിൽ അതിഥിയായി അബിഗേൽ സാറ റെജിയും കുടുംബവും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഞങ്ങൾ ആ കുഞ്ഞിന് സ്കൂളിലേക്ക് പോകുന്നതിന് ഒരു സൈക്കിൾ വേണമെന്നാണ് ആ കുഞ്ഞ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. ആ സൈക്കിൾ ആ കുഞ്ഞിൻ്റെ വീട്ടിലെത്തിച്ചു കൊടുത്ത് ആ കുടുംബത്തോട് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ടീം. ഇതാണ് ഞങ്ങളുടെ മാധ്യമ പ്രവർത്തനം. ഇനി ആരെങ്കിലും ചോദിക്കും?